കുമ്പഴ തിരുവല്ല റോഡിൽ പുല്ലാട്ട് ഭാഗത്ത് വെള്ളക്കെട്ട്. എന്നാൽ വാഹന യാത്രയ്ക്ക് അവിടെ തടസ്സമില്ല. റാന്നി കോഴഞ്ചേരി റോഡിൽ പുതമൺ പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച പാതയിലും വെള്ളം കയറിയിട്ടുണ്ട്. CK അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാൽ, ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇതര ജില്ലകളെ അപേക്ഷിച്ച് മഴക്കെടുതി പത്തനംതിട്ട ജില്ലയിൽ ഇക്കുറി തീരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കഴിഞ്ഞ രാത്രി മഴ പെയ്തുവെങ്കിൽ പോലും ഇന്ന് പകൽ സമയത്ത് കാര്യമായ മഴയില്ല. പിന്നിട്ട 7.5 മണിക്കൂറിനിടയിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. വെയിൽ ഉറയ്ക്കുന്നു എന്നതിന്റെ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള കാലാവസ്ഥാ പ്രവചനമാണ് നിലനിൽക്കുന്നത്. അതേസമയം തിരുവല്ല പത്തനംതിട്ട റോഡിൽ പുല്ലാട് ഭാഗത്താണ് നേരിയ തോതിലുള്ള വെള്ളക്കെട്ട് റോഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നതിനാണ് നേരിയ തോതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ മഴയിലെ കുറവ് വെള്ളത്തിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. പുതുമൺ പാലം ഏറെക്കാലമായി അപകടാവസ്ഥയിലായിരുന്നു. കോഴഞ്ചേരി റാന്നി റൂട്ടിലെ ഈ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച താൽക്കാലിക പാലത്തേക്കാൾ ഏറെ ഉയരക്കുറവുള്ള പാതയാണ്. ഇവിടെ നേരിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഗതാഗതത്തിന് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുമ്പമൺ ഭാഗത്ത് മുട്ടത്ത് ജോയ്ക്കുട്ടി എന്ന ആളുടെ വീടിന്റെ കിണറിന്റെ ഉൾവശം ഇടിഞ്ഞ് താണിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിലെ ചെറിയ റോഡുകളിലൊക്കെ തന്നെ നേരിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നു പോകുന്നതിന് പ്രശ്നങ്ങളില്ല.